ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവരെയും ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ മഹേഷ് ഉഷസ്. ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത്. ഇന്ന് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവരുടെ 2025 വർഷത്തിൽ ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള ഒരു വർഷ കാലയളവിൽ വന്നുകൂടാൻ സാധ്യതയുള്ള ഒരു ഏകദേശ ഫലനിരൂപണമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. തൃക്കേട്ട നക്ഷത്രത്തിന്റെ ഏറ്റവും ഒടുവിലുള്ള അരനാഴികയും മൂലനക്ഷത്രത്തിന്റെ ആരംഭത്തിലുള്ള അരനാഴികയും ഉൾപ്പെട്ട സമയത്തെ അഭുക്ത എന്നാണ് അറിയപ്പെടുന്നത്. ഈ സമയത്ത് ജനിച്ചവർ വീടിന് ദോഷകാരികൾ ആകാറുണ്ട് എന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട്. ഈ നക്ഷത്രക്കാർ ശുദ്ധഗതിക്കാരും ഹൃദയ ചാഞ്ചല്യമുള്ളവരുമായിട്ടാണ് കണ്ടുവരുന്നത്. ഇവർ നല്ല ആരോഗ്യമുള്ളവരും മുഖശ്രീയുള്ളവരുമായും കണ്ടുവരുന്നു. തൃക്കേട്ടക്കാർ അധികം മുൻകോപികളായിട്ടാണ് കണ്ടുവരുന്നത്. ബന്ധുക്കളെ കൊണ്ട് യാതൊരു ഉപകാരവും ഇവർ പ്രതീക്ഷിക്കേണ്ടതുമില്ലതാനും. സ്വന്തം പരിശ്രമം കൊണ്ട് ഇവർ ജീവിത വിജയം നേടും. ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ദാമ്പത്യ സുഖം കുറവായിരിക്കും. സന്താന ക്ലേശവും ഇവരെ അലട്ടുന്നുണ്ട്. ഇവർ അപവാദങ്ങൾക്ക് ഇടകൊടുക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. ഇവരുടെ ജനനം ബുധദശയിലാണ്. പൂരാടം, തിരുവോണം, ചതയം, മകയിരം, തിരുവാതിര, പുണർദം എന്നീ നാളുകൾ പ്രതികൂല നാളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ നാളുകളിലുള്ള ശുഭകർമ്മങ്ങളൊക്കെ വർജിക്കേണ്ടതും അതുപോലെ തന്നെ ഈ നാളുകാരുമായിട്ടുള്ള കൂട്ടുകച്ചവടം, തർക്കങ്ങൾ എന്നിവയുമൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ശുക്രദശ, വ്യാഴദശ, സൂര്യദശ എന്നീ ദശാകാലങ്ങളിൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനുള്ള വഴിപാടുകൾ ചെയ്യേണ്ടതാണ്. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും ഭാഗവത പാരായണവും ഉത്തമമാണ്. പുരുഷസൂക്ത യന്ത്രം ധരിക്കുന്നതും എല്ലാവിധ ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങൾക്കായി പ്രയോജനപ്പെടും. ബുധദശയിലാണ് ജനനം. തുടർന്ന് കേതുർദശ, ശുക്രദശ, സൂര്യദശ, ചന്ദ്രദശ, ചൊവ്വാദശ, രാഹുർദശ എന്നിങ്ങനെയാണ് ദശാകാലങ്ങൾ കടന്നു പോകുന്നത്. അസുരഗണത്തിൽ ഉൾപ്പെട്ട നക്ഷത്രമാണ് തൃക്കേട്ട. ഇന്ദ്രനാണ് അതിന്റെ ദേവത. പുരുഷ യോനിയും മൃഗം കേഴമാനും ഭൂതം വായുവും പക്ഷി കോഴിയുമാണ്. വെട്ടിയാണ് ഇതിന്റെ വൃക്ഷം. അക്ഷരം ഏയുമാണ്. തൃക്കേട്ട നാളുകാർക്ക് ഈ സമയം ഗുണദോഷാധിക്യങ്ങളുമായി സമ്മിശ്രമായിരിക്കും. ചില സമയങ്ങൾ വർധനവും മറ്റു ചിലപ്പോൾ കഠിനതരങ്ങളായ അനുഭവ ദോഷങ്ങളും വരാവുന്നതാണ്. ജനുവരി മാസം ആരോഗ്യപരമായും കുടുംബപരമായും മറ്റും വളരെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും. വളരെ പെട്ടെന്നുള്ള ആ മാറ്റം പ്രകടമാകുകയും ചെയ്യും. ഭരണരംഗത്തും സർക്കാർ മേഖലയിലും വർത്തിക്കുന്നവർക്കും വളരെ ഗുണാനുഭവങ്ങൾ സൃഷ്ടിക്കപ്പെടും. ലോൺ അപേക്ഷ സമർപ്പിച്ചവർക്ക് അത് അനുവദിച്ചു ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ജനുവരി മാസം. സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. വിദേശവാസി യോഗ്യതയും വസ്തുക്കൾ ക്രയവിക്രയം ചെയ്ത് ലഭിക്കുന്ന ധനയോഗത്തിനും അർഹത കാണുന്നുണ്ട്. ഫെബ്രുവരി മാസം തൃക്കേട്ട നാളുകാർക്ക് സാമാന്യേന തൃപ്തികരമായിരിക്കും കാര്യങ്ങൾ. കൃഷിഭൂമിയിൽ നിന്നും ആദായം ലഭിക്കുകയും എന്നാൽ കബളിക്കപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം. ചതി സംഭവിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. രാത്രി വാഹനത്തിൽ തനിച്ചുള്ള യാത്രകൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ആയുർ അരിഷ്ടതകൾ അനുഭവപ്പെടുവാനും സാധ്യതയുണ്ട് ഫെബ്രുവരി മാസത്തിൽ. മാർച്ച് മാസം സമ്മിശ്ര അനുഭവങ്ങൾ പറയാമെങ്കിലും ഗുണാധിക്യ കാലമായിട്ട് തന്നെ കണക്ക് കൂട്ടാം. ജോലി രംഗത്ത് ഗുണപ്രദമായ നീക്കങ്ങൾ നടത്തും. സാമ്പത്തിക ഭദ്രതയും ഉണ്ടാകും. എന്നാൽ ചില വിഷയങ്ങളെ ചൊല്ലി കാര്യങ്ങൾ നടപ്പാക്കുവാൻ സാധിക്കുകയില്ല. ഏപ്രിൽ മാസം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിരിക്കും. കാലം മെച്ചപ്പെട്ടതായിരിക്കുകയും ചെയ്യും. വിവാഹാലോചനകൾ സബലീകൃതമാകും. വിദ്യാഭ്യാസ സംബന്ധമായ പുരോഗതി, വിദേശ പഠന സാധ്യതകൾ എന്നിവയും ഉണ്ടാകും. വീട് നിർമ്മാണം, വസ്തു വാങ്ങൽ എന്നിങ്ങനെയുള്ള ശുഭകർമ്മങ്ങളും നടക്കുവാൻ സാധ്യതയുണ്ട്. മെയ് മാസം തൃക്കേട്ട നാളുകാർ കരുതലോടെ നീങ്ങേണ്ട കാലമാണ്. തൊഴിൽ രംഗം ശോഭനമാണ് എങ്കിലും സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടാം. ആരോഗ്യപരമായ വൈഷമ്യങ്ങളും തനിക്കും കുടുംബാംഗങ്ങൾക്കും അഭിമുഖീകരിക്കേണ്ടി വരും. വിവാഹ ആലോചനകൾ വരാമെങ്കിലും അത് മുടങ്ങുവാനുള്ള സാധ്യതയുമുണ്ട്. ജൂൺ മാസം തൃക്കേട്ട നാളുകാർക്ക് ചില അനുഗ്രഹലബ്ധിയുടെയും ഭാഗ്യലബ്ധിയുടെയും കാലമായിരിക്കും. വിദൂര പഠനം പരിശ്രമങ്ങളിലൂടെ സാധൂകരിക്കപ്പെടും. ആഗ്രഹിച്ചിരുന്ന കോഴ്സുകൾ പ്രവേശനം ലഭിക്കുകയും വളരെ മെച്ചപ്പെട്ടതും ലാഭകരവുമായ കൃഷിയിൽ വ്യാപരിക്കാൻ സാധിക്കുകയും ചെയ്യും. ജോലി രംഗം ശോഭനമായിരിക്കുകയും സാമ്പത്തിക ഭദ്രത ഉണ്ടാവുകയും ചെയ്യും. ജൂലൈ മാസത്തിൽ തൊഴിൽ രംഗത്ത് പുതിയ ആശയങ്ങൾ ആവിഷ്കരിച്ച് പ്രാവർത്തികമാക്കും. സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുകയും ചെയ്യും. സാങ്കേതിക പഠന സൗകര്യങ്ങളിൽ പ്രവേശിക്കുവാനും നൂതന ആശയങ്ങളുടെ പ്രാവർത്തികതയും വിവാഹാലോചനകളുടെ നടത്തിപ്പും അഭിമാനാർഹമായ നേട്ടങ്ങളുടെ കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുവാനും സാധിക്കും. ഓഗസ്റ്റ് മാസത്തിൽ
ഊർജ്ജസ്വലതയോടുകൂടി പെരുമാറുവാൻ സാധിക്കാമെന്ന് വരില്ല. മനസ്സിന് വളരെ ക്ലേശിക്കേണ്ടതായിട്ടുള്ള സാധ്യതകളും വരുന്നുണ്ട്. ഉണർവും പരാജയ ഭീതിയും അലട്ടും. വിദേശത്ത് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ദൂരെ യാത്രകൾ നടത്തുവാനുള്ള സാധ്യതയും കാണുന്നു. ബന്ധുസമാഗമങ്ങൾക്ക് അവസരലബ്ധി ഉണ്ടാകും. ആഗ്രഹിച്ച വിവാഹങ്ങൾ നടക്കുവാൻ പരിശ്രമിക്കും. സാമ്പത്തിക ലാഭം ഉണ്ടാവുകയും എന്നാൽ അടുത്ത ആളുകളുടെ വിയോഗം ദുഃഖം അനുഭവപ്പെടുകയും ചെയ്യും. സെപ്റ്റംബർ മാസത്തിൽ കായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും മിലിറ്ററി, പോലീസ് ഇത്യാദി രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും പലവിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകാം. ജോലി രംഗത്ത് അഭിവൃദ്ധിയും കച്ചവട അഭിവൃദ്ധിയും പ്രതീക്ഷിക്കാം. സ്ഥിര നിയമന ഉത്തരവുകൾ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അവ ലഭിക്കുവാനും സാധ്യതയുണ്ട്. ഒക്ടോബർ മാസം ഗൃഹനിർമ്മാണം, പുതിയ കച്ചവട സംരംഭങ്ങളുടെ തുടക്കം തുടങ്ങിയ ആദായവർദ്ധനവിന് കാരണമായ എല്ലാ രീതിയും പരീക്ഷിക്കപ്പെടും. വിദൂര പഠന പരിശ്രമങ്ങൾ വിജയത്തിലെത്തുകയും ചെയ്യും. മത്സര പരീക്ഷകളിലും വിജയമുണ്ടാവും. എന്നാൽ മാസത്തിന്റെ തുടക്കത്തിലുള്ള ആവേശം മധ്യഭാഗം കഴിയെ ഒന്ന് കുറഞ്ഞു വരുന്നതായി കാണേണ്ടി വരും. നവംബർ മാസത്തിൽ പല പ്രകാരത്തിലുള്ള അലച്ചിലുകളും അനുഭവപ്പെടാം. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനചലനം സൃഷ്ടിക്കപ്പെടും. അനാരോഗ്യം ചിലപ്പോൾ ബാധിക്കുവാനും സാധ്യതയുണ്ട്. ജോലി രംഗത്ത് വളരെ പെട്ടെന്നുണ്ടാകുന്ന പതനം ക്ലേശങ്ങളെ സൃഷ്ടിക്കപ്പെടും. കരാർ ഏറ്റെടുത്ത പോലും ചില ആശയപരമായ കാര്യങ്ങളെ കൊണ്ട് മാറിപ്പോകുവാനും ഇടയുണ്ട്. കച്ചവടക്കാർ കരുതലോടെ തന്നെ പ്രവർത്തിക്കണം. സർക്കാർ നടപടികൾക്ക് വിധേയമാകേണ്ടതായി വരും. ഡിസംബർ മാസത്തിൽ ജോലി സ്ഥിരത ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അവ നേടുവാൻ സാധിക്കും. പുതുതായി ജോലിയിൽ പ്രവേശിക്കുവാനും സാധിക്കും. സ്ഥലം വാങ്ങുക, പുതിയ ബിസിനസ് തുടങ്ങുക, സ്വയം തൊഴിൽ രംഗത്ത് വർധനവുണ്ടാകുക, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ ലഭിക്കുക, മറ്റു പ്രവർത്തന മികവിന്റെ അംഗീകാരങ്ങൾ ലഭിക്കുക, ഇങ്ങനെയുള്ള കുറേയേറെ ഗുണങ്ങൾ ഡിസംബർ മാസത്തിലുണ്ടാകും. എന്നാൽ ശാരീരിക ക്ഷതങ്ങൾ സംഭവിക്കുകയോ ചെറിയ വിഷഭയമോ അപകീർത്തിയോ സംഭവിക്കാനും സാധ്യത കാണുന്നുണ്ട്. ഇങ്ങനെ 2025 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടം തൃക്കേട്ട നാളുകാർക്ക് കുറേയേറെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ അനുഭവപ്പെടുന്ന ഒരു വർഷമായിരിക്കും 2025. ഇതിനിടയിൽ ചില ദോഷ അനുഭവങ്ങളും കൂടി വന്നു ചേരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഉത്തമനായ ഒരു ജ്യോത്സ്യനെ സമീപിച്ചിട്ട് ഗ്രഹനില ഒന്ന് പരിശോധിപ്പിച്ചിട്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ ആ ദോഷങ്ങൾക്കുള്ള പരിഹാരം തേടേണ്ടതാണെന്ന് കൂടി നിർദ്ദേശിച്ചുകൊണ്ട് തൃക്കേട്ട നാളുകാരുടെ 2025 വർഷഫലം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.